ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒന്ന് വ്ളോഗൊന്നുമല്ല. അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മട്ടൻ ബിരിയാണി, മട്ടൻ കറി എങ്ങനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഉള്ളൂ, ഇന്ന് കുക്കിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിന്ന് മട്ടൻ ബിരിയാണി, മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ദമ്മിടാതെയും കുക്കറിൽ വിസിൽ വെക്കാതെയും എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി വെക്കുന്നത്. അതുപോലെ മട്ടനാകുമ്പോൾ കുറച്ച് നമുക്ക് നന്നായിട്ട് വേവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നന്നായിട്ട് മട്ടനൊക്കെ വെന്ത് റൈസും മട്ടനും എങ്ങനെ കറക്റ്റ് പാകത്തിൽ കുക്ക് ചെയ്യണമെന്ന് കൂടിയാണ് കേട്ടോ ഞാനിതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതാ മട്ടനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് മട്ടൻ കറി വേവാനുള്ള സമയം കുറച്ച് എടുക്കുമെങ്കിൽ നമുക്ക് ബിരിയാണി വേഗമാവും അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലോട്ട് കയറി ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബിരിയാണിയും കറിയും ഉണ്ടാക്കി കഴിയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് നമ്മൾ കുക്കിങ്ങൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന് വേണ്ട സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്ക് സമാധാനത്തിൽ ഒരു ഭാഗത്ത് ഇരുന്ന് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബിരിയാണിയും കറിയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഞാൻ കറക്റ്റായിട്ട് 2ലേക്ക് വേണ്ടതൊക്കെ ഇരുന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ മട്ടനൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മട്ടൻ കഴുകുമ്പോൾ ഒരുപാട് പ്രാവശ്യം ചിക്കൻ കഴുകുന്ന പോലെ കഴുകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ മട്ടൻ. അപ്പോഴാണ് നമുക്ക് മട്ടൻ്റെ സത്ത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ ചിക്കൻ കഴുകുന്നത് പോലെ ഒരുപാട് നമ്മൾ മട്ടൻ കഴുകാൻ പാടില്ല. നമ്മളൊരു 3 പ്രാവശ്യം, അത് കോഴിയിലുള്ള പോലത്തെ വേസ്റ്റുകളൊന്നും നമുക്ക് ഇതിൽ ആടിൽ വാങ്ങുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വാങ്ങിയതിന് ശേഷം നമ്മൾ 2-3 പ്രാവശ്യം നന്നായി വൃത്തിയായി കഴുകുക, അതിൽ ബ്ലഡും ഒന്നും ഇല്ലാതെ തന്നെ. അല്ലാതെ നമ്മൾ ഒരുപാട് പ്രാവശ്യം മട്ടൻ കഴുകാൻ പാടില്ല കേട്ടോ. അതുപോലെ അപ്പോൾ നമുക്ക് കുക്കിങ്ങിന് വേണ്ട ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് എളുപ്പമാവും. അപ്പോൾ അതാ കുക്കിങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മട്ടൻ കറി വെക്കാനുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ തുടങ്ങുന്നത്. അതിന് മുമ്പ് ഞാൻ ബിരിയാണിക്കുള്ള റൈസൊക്കെ നന്നായി കഴുകിയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ബിരിയാണി റൈസ് കുതിരാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ കഴുകണം കേട്ടോ. കുതിർത്തിയിട്ടാണ് നമ്മൾ കഴുകുന്നതെന്ന് വെച്ചാൽ ബിരിയാണി റൈസ് കുറച്ച് പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ സമയത്ത് ഒന്ന് ഉടഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണി അരിയൊക്കെ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് മട്ടൻ കറിയൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള, 2-3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കറിയായിട്ടാണ് കേട്ടോ വെക്കുന്നത്, തിക്കായിട്ടല്ല, നല്ലോണം കറിയായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 സവാള, 2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള, ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് കറിക്ക് തിക്നെസ് കിട്ടുക കേട്ടോ. ഒരുപാട് സവാള ചേർക്കുന്നതിന് കൂടെ കുറച്ച് ചെറിയുള്ളി അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. അപ്പോൾ എല്ലാവരും അധികം സവാളയാണ് ചേർക്കാട്ടെ. പക്ഷെ നമുക്ക് സവാള ചേർക്കുന്നതിനേക്കാളും നമുക്ക് തൊലിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബിരിയാണിയിലായാലും കറിയിലാണെങ്കിലും ഗരം മസാല അല്ല ചേർക്കുന്നത്, റോ ആയിട്ട് തന്നെ പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള പട്ട, ഗ്രാമ്പൂ സാധനങ്ങളൊക്കെ അതൊക്കെ നന്നായിട്ട് റോ ആയിട്ട് വറുത്തിട്ട് ഞാൻ പൊടിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് ഗരം മസാല ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ റോ ആയിട്ട് തന്നെ പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ 2 കറിയിലാണെങ്കിലും ബിരിയാണിയിലാണെങ്കിലും നമ്മൾ പുതിന നന്നായിട്ട് അരച്ച് ചേർക്കാം. അപ്പോൾ തന്നെ നമുക്ക് ബിരിയാണിക്കായാലും കറിക്കായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ പുതിനയുടെ ഫ്ലേവറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റൈസ് തനിയാണ്, നമ്മൾ കേരള സ്റ്റൈലിൽ റൈസ് തനിയും കറി തനിയും അങ്ങനെയായിട്ട് എന്നിട്ട് ഒന്നിച്ച് ദമ്മിടുക ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല ഞാൻ വെക്കുന്നത്. തമിഴ്നാട് സ്റ്റൈൽ പോലെ നമ്മൾ ദമ്മിടാതെ തന്നെ മട്ടനും റൈസും എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ആയാലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. പക്ഷേ വെള്ളത്തിൻ്റെ അളവും നമ്മൾ റൈസും മട്ടനും ഒക്കെ കറക്റ്റ് പാകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എന്താ സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയിലേക്ക് കൂടെ തന്നെ ഞാൻ പട്ട, ഗ്രാമ്പൂ, ലവംഗം, അതുപോലെ 2 ബിരിയാണിയുടെ ഇല അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിലും ബിരിയാണി റൈസിലും നമ്മൾ ബിരിയാണിയുടെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതപ്പോൾ അതിൽ സവാളയും പച്ചമുളകൊക്കെ വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മല്ലിയിലയും കൂടി ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി,
പുതിനയിലയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി വരുന്നത് വരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം. കുറച്ച് സിമ്മിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അടുത്തന്നെ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതപ്പോൾ അതിൻ്റെ നല്ല തിക്ക് കളർ, നല്ല പച്ച കളറിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ആ പച്ച കളറൊക്കെ പോയിട്ടൊന്ന് ലൈറ്റ് പച്ച കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മട്ടൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇടണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് കുറവ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത്. അപ്പോഴാണെങ്കിൽ നമുക്ക് നല്ല റെഡ് കളറിൽ ബിരിയാണി കിട്ടും. നമ്മൾ കളറിൻ്റെ ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ കളർ പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബിരിയാണിക്ക് നല്ല റെഡ് കളർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കളറ് കിട്ടത്തില്ല. മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെഡ് കളറിൽ ബിരിയാണി കിട്ടും കേട്ടോ. ഇതിപ്പോൾ മട്ടൻ കറിക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയില അരച്ചതും അതിൻ്റെ കൂടെ മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് നിറയെ ഒരു ചെമ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മട്ടൻ കറി നല്ല ലൂസായിട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ നല്ലോണം മസാല ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടും ചെറിയുള്ളി വലിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒരു ചെമ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു 2 വിസിൽ വെച്ചിട്ട് മട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2 വിസിൽ മട്ടൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി മാത്രം ഇട്ട് വേവിച്ചിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്തും കിട്ടും. ഈ മസാലയുടെ കൂടെ ചേർന്ന് മട്ടനൊക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റിന് നമുക്ക് മല്ലിയില തൂവി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഇനി അവിടെ കിടന്ന് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നല്ല കറി അടിപൊളി സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം പോലെയാണ് കറി ഉള്ളതെങ്കിൽ നമുക്ക് തിളച്ച് നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് മട്ടൺ നന്നായി വെന്ത് വരുമ്പോഴത്തേനും കറി അടിപൊളിയായി തിക്നെസ്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് മട്ടൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒരു ഭാഗത്ത് കിടന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ സിമ്മിലോട്ട് മാറ്റിയിട്ട് ചെറിയ അടുപ്പിലോട്ട് പാത്രം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി വെക്കാനുള്ള പാത്രം കുക്കറൊക്കെ വെച്ചിട്ട് ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മറ്റേ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കടന്ന് അവിടെ തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ രണ്ടും കറക്റ്റ് നമുക്ക് ബിരിയാണിയും കറിയും ഒക്കെ കറക്റ്റ് ടൈമിൽ റെഡിയാവും കേട്ടോ. നമുക്കങ്ങനെ ടൈം മാനേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കറിക്കുള്ളതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി നമ്മൾ എന്തായാലും ചൂടോടെ കഴിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചതിന് ശേഷം എന്താ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ ചൂടാകുമ്പോഴത്തേനും നമുക്ക് സവാളയൊക്കെ നുറുക്കി അത്രയല്ലേ വേണ്ടു. നമുക്ക് 2-3 സവാളയെ വേണ്ടു ബിരിയാണിക്ക്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിയിലേക്ക് ഇടുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയിൽ നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സവാള മാത്രം ഇടാതെ ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കണ സമയത്ത് കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതാ കുക്കറിലോട്ട് കുറച്ച് നെയ്യും കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിലോട്ട് പട്ട, ലവംഗം, ബിരിയാണിയുടെ ഇല അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഗ്രാമ്പൂ എന്തൊക്കെ കേട്ടോ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. നമ്മൾ ഒരുപാട് നെയ്യ് ഒഴിക്കുമ്പോഴാണ് നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നല്ല ഡൈജഷൻ ആവാനും നമുക്കിങ്ങനെ മേലോട്ട് ഇങ്ങനെ വരുന്നത് പോലെയൊക്കെ തോന്നാൻ കാരണം നമ്മൾ ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ട് ബിരിയാണി കുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി ഓയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്താലും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിലോട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി ഇതിലോട്ട് കൂടി കുറച്ച് ചെറിയുള്ളിയും പുതിനയുടെ ഇലയും നമ്മൾ ബിരിയാണി ഇത് വതക്കുന്നതിൻ്റെ കൂടെ അരയ്ക്കുന്നുണ്ട് കേട്ടോ. അരച്ചും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വെറുതെ പുതിനയില സവാള വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഒരു പിടി പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബിരിയാണി നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ സവാള പച്ചമുളകൊക്കെ നന്നായി വഴണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരച്ച സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പുതിനയിലയും കൂടി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകണം കേട്ടോ. എന്നാലാണ് ആ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുക. നമ്മൾ പെട്ടെന്ന് തിരക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് ഇത് വഴണ്ടി കിട്ടേണ്ട സമയം മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ.
അതിനുശേഷം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബിരിയാണി റെഡി ആവും. അപ്പോൾ നമ്മളതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ കറിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ മല്ലിയില അരച്ച് കൊടുത്തതും ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് കൊടുത്തതൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് തക്കാളി, ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3/4 കിലോളം എടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി. 3 വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ ബിരിയാണി അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് 2 ചെറിയ തക്കാളി മതിയായിരിക്കും. അതുപോലെ തന്നെ മട്ടൻ, കുറച്ച് ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനൊരു 2 വിസിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിച്ചാണ് ഇതിലേക്ക്, അപ്പോൾ കുറച്ച് കറിയിലേക്കും കുറച്ച് റൈസിലേക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി വെന്തിട്ടില്ല, 2 വിസിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ മട്ടൻ. എന്നിട്ട് ആ മട്ടൻ വേവിച്ച വെള്ളവും കൂടി നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾക്ക് ബിരിയാണിയുടെ അളവ് അറിയണമല്ലോ റൈസിന്. അപ്പോൾ അതുപോലെ മട്ടൻ വേവിച്ച വെള്ളവും അതുപോലെ നമ്മൾ എക്സ്ട്രാ ഒഴിക്കുന്ന വെള്ളവും കണക്ക് നോക്കി വേണം ഒഴിക്കുക. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. മട്ടൻ വേവിച്ച വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ, ബാലൻസ് വെള്ളമാണ്, സാധാ വെള്ളം പച്ചവെള്ളം ഞാൻ ചേർത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് റൈസ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ബിരിയാണി ഒട്ടി പിടിക്കാതെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയും സെറ്റായി, ബിരിയാണിയും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുക്കുംബറൊക്കെ ഇട്ടിട്ട് കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ബിരിയാണിയാണ്. നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, കുഴയത്തുമില്ല. നല്ല മട്ടൻ ചേർത്ത് നമ്മൾ സെപ്പറേറ്റ് വെക്കാതെ തന്നെ ഒന്നിച്ചിട്ട് വേവിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യാം. നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. നമ്മൾ അവിടെ തനിയെ ഇങ്ങനെ സെപ്പറേറ്റ് റൈസ് തനിയെ അല്ല കേട്ടോ വയ്ക്കുന്നത്, ഇതേപോലെ ഒന്നിച്ച് ആണ് കേട്ടോ ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഇട്ട് വേവിക്കുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.